നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട് ശൈലിയും കേരള തനിമയും ഒത്തുചേർന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്ത് ചെറിയഴിക്കലുള്ള കാശി വിശ്വനാഥസ്വാമി ക്ഷേത്രമാണ് ഇത്. കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി കാണുന്ന തനി തങ്കത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കൊടിമരം ഈ ക്ഷേത്രത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന മറ്റൊരു ഘടകമാണ്. ഏകദേശം 6.5 കിലോ തങ്കമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പൂർണ്ണമായും കൃഷ്ണശിലയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ അതിപ്രസിദ്ധമായ 12 മഹാശിവക്ഷേത്രങ്ങളുടെ ജ്യോതിർലിംഗങ്ങളാണ് ചുറ്റമ്പലത്തിൻ്റെ മുൻഭാഗത്തായി പാറയിൽ കൊത്തിവെച്ചിട്ടുള്ളത്. ഒരു വശത്ത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും മറുവശത്ത് ദേശത്തിൻ്റെ ചരിത്രവും ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ പാറയിൽ ഇവിടെ ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. ഒരേ ശ്രീകോവിലിൽ തന്നെ ശിവനും വിഷ്ണുവും കുടികൊള്ളുന്നു എന്ന പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. തമിഴ്നാട്ടിലെ മഹാബലിപുരം, തഞ്ചാവൂർ, തെങ്കാശി, മയിലാടി തുടങ്ങിയ ശില്പനഗരങ്ങളിൽ നിന്നും 100ഓളം പ്രഗത്ഭരായ ശില്പികൾ 7 വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായി ദശാവതാരങ്ങളുടെ രൂപങ്ങളും ഇവിടെ പാറയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. ചുറ്റമ്പലത്തിൻ്റെ 15ഓളം വരുന്ന തൂണുകൾ ശില്പസൗന്ദര്യത്തിൻ്റെ നേർക്കാഴ്ചകളാകുന്നു. ചുറ്റമ്പലത്തിൻ്റെ 4 വശങ്ങളിലായി അതിശയിപ്പിക്കുന്ന ശില്പചാരുതയിൽ ഒരുക്കിയിരിക്കുന്ന 50ഓളം ശില്പങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു മനോഹാരിത. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പണ്ടുകാലത്ത് ഈ പ്രദേശത്ത് കാശി അപ്പൂപ്പൻ എന്നു പേരായ ഒരു മത്സ്യബന്ധന തൊഴിലാളി ഉണ്ടായിരുന്നു. കാശിയിൽ പോകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അതിയായ ആഗ്രഹമായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം അവിചാരിതമായി കാശിയിലേക്ക് പോകുന്ന ഒരു കൂട്ടം സന്യാസിവരന്മാരെ കാണാനിടയാകുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അവരോട് തുറന്നു പറയുകയും ചെയ്തു. ഒട്ടും സംശയിക്കാതെ തന്നെ സന്യാസിവരന്മാർ അദ്ദേഹത്തെയും കൂടെ കൂട്ടി. ആ യാത്രയിൽ അദ്ദേഹം വാരണാസിയിലെത്തുകയും ഗംഗയിൽ സ്നാനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ശിവലിംഗം ലഭിക്കുകയുമുണ്ടായി. ഈ ശിവലിംഗവുമായി അദ്ദേഹം തിരികെ ചെറിയഴിക്കലിൽ എത്തുകയും തനിക്ക് ലഭിച്ച ശിവലിംഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രദേശവാസികളെ അറിയിക്കുകയും ചെയ്തു. ആ ശിവലിംഗം ഇവിടെ ചെറിയഴിക്കലിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം തിരിച്ച് കാശി അപ്പൂപ്പൻ കാശിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു.